ഞാനൊരു നല്ല ആങ്ങളയല്ല, ഒരിക്കലുമല്ല. അനീഷേട്ട് എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ മഞ്ജു? അനിയത്തിമാർക്ക് വേണ്ടി ഞാൻ ഇതുവരെ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. എനിക്കിതുവരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ഈ വീടിന് വേണ്ടി ചെയ്തത് ദേവികയാ. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ പോയല്ലോ. എന്തൊരു ജന്മം എന്റേത്. അനീഷേട്ടാ, വിഷമിക്കാതിരിക്കെ. ഏതായാലും കാര്യങ്ങളൊക്കെ ഒരു കുറവും ഇല്ലാതെ ഭംഗിയായി നടക്കുന്നില്ലേ? ആരും അനീഷേട്ടനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. പിന്നെന്താ അനീഷേട്ടാ? അനീഷേട്ട സമാധാനിക്ക്. ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അനീഷേട്ടാ, അതൊന്നും സാരമില്ല. ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവില്ല. അനീഷേട്ടാ. മഞ്ജു, ഇന്നുവരെ ഞാൻ നിന്നെ പ്രയാസപ്പെടുത്തിയതിനല്ല. ഇപ്പൊ ഞാൻ മാപ്പ് ചോദിക്കുക. മാപ്പ്. അനീഷേട്ട എന്നോട് മാപ്പ് ചോദിക്കോ? വേണ്ട, അതൊന്നും വേണ്ട. അനീഷേട്ടന്റെ ചീത്ത സ്വഭാവമൊക്കെ മാറ്റി അനീഷേട്ട നന്നായല്ലോ. എനിക്കത് മാത്രം മതി. മഞ്ജു, അഞ്ജു, അഞ്ജു, എന്താ മേ? ഇങ്ങ് വാ മോളെ. നാളെ മുതലേ നിന്റെ സമയം മാറാൻ പോവാ. നിന്റെ തല വരെ തെളിയാൻ പോവാ. നാളെ മുതൽ നീ ആരാ? പൊന്നാരൻ തോട്ടത്തെ രാജകുമാരിയാ. കേട്ടോ മഞ്ജു, പൊന്നാരൻ തോട്ടത്തെ ബിസിനസ് ഒക്കെ ഭാവിയിൽ ഇവളല്ലേ കൈകാര്യം ചെയ്യാൻ പോകുന്നേ. അഞ്ജിതനോടത്തെ ബിസിനസ് കൈകാര്യം ചെയ്യാൻ പോകുന്നെന്ന് പൊന്നാരൻ തോട്ടത്തിന് ആരാ അമ്മയോട് പറഞ്ഞേ? അത് പിന്നെ ആര് പറയാൻ, നമുക്കൊന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവിടുത്തെ ആൺമക്കളിൽ ഏറ്റവും മിടുക്കൻ അഭിഷേക. അതുകൊണ്ട് ബിസിനസിന്റെ കാര്യങ്ങൾ മുഴുവൻ അവനെ ഏൽപ്പിച്ചിരിക്കുക. ഋഷിക്ക് റിസോർട്ടിലും മറ്റുവാ താല്പര്യം. പിന്നെ സിദ്ധുവിന് അത്രയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവനെ ഒന്നും ഏൽപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് സ്വാഭാവികമായും അഭിഷേക് നോക്കുന്ന ബിസിനസിന്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും അഞ്ജിത ഏറ്റെടുക്കേണ്ടി വരും. അല്ലടി മോളെ? അതെ അതെ, അതമ്മ പറഞ്ഞത് ശരിയാ. ആ, ഇനി അവിടുത്തെ ബിസിനസ്സുകള് അഭിയേട്ടനോടൊപ്പം ഞാൻ തന്നെ നോക്കി നടത്തേണ്ടത്. അതൊരു നല്ല ഭാര്യ എന്ന നിലയില് എന്റെ കടമയാണല്ലോ. അല്ല പിന്നെ മിടുക്കി. അമ്മേ, മഹാമായേ, നാളെ എന്റെ മോളുടെ വിവാഹമാണ്. അവൾക്ക് നല്ലൊരു വരനെ നൽകാൻ ഞാൻ എത്ര പ്രാർത്ഥിച്ചതാണ്. എന്നിട്ട് നീ എന്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. കേട്ടല്ലോ, എന്റെ പ്രാർത്ഥന മുഴുവൻ ഭഗവാൻ കേട്ടല്ലോ. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ ഏറ്റവും നല്ലൊരു പെൺകുട്ടി തന്നെയാ എന്റെ മകന്റെ വധുവായിട്ട് വരുന്നത്. നാളെ അവന്റെ വിവാഹം. ഭഗവാന്റെ അനുഗ്രഹം എന്നും എപ്പോഴും അവനോടൊപ്പം ഉണ്ടാവണം. അവന്റെ വിവാഹം മംഗളമായിട്ട് അവിടുന്ന് നടത്തിത്തരണം. ആ വിവാഹം
എത്ര മംഗളകരമായി അവിടെ നിന്ന് നടത്തിയാലും എന്റെ മനസ്സിന്റെ വിഷമം ഒരിക്കലും മാറില്ല. എന്റെ മനസ്സിന്റെ വിഷമം മാറി. സിദ്ധുവിന്റെ വിവാഹം നടക്കുമെന്നുള്ള വിഷമത്തിലായിരുന്നു ഞാൻ. അതിപ്പോ പൂർണ്ണമായിട്ടും മാറി. എനിക്കിപ്പോ വളരെ വളരെ സന്തോഷമുണ്ട്. ജാനകി, എന്താ ഇത്? കരയാതെ. എന്തിനാ കരയുന്നത്? ജാനകി, കരയല്ലേ? ജാനകി, എന്താ? എന്തു പറ്റി? ജാനകി എന്തിനാ കരയുന്നേ? എന്താ മഹാദേവ, എന്തിനാ ജാനകി കരയുന്നത്? അതമ്മ ഒന്നുമില്ലമ്മ. നാളെ സിദ്ധുവിന്റെ കല്യാണം നടക്കുകയല്ലേ. നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒടുവിൽ അവന്റെ കല്യാണം നടക്കുമെന്ന് ഓർത്തപ്പോ ജാനകിക്ക് അറിയാതെ കണ്ണു നിറഞ്ഞു പോയതാ. ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരമ്മേ. അതായിരുന്നോ? ശരി ശരി, എന്തായാലും രണ്ടാളും ഉറക്കം കളയണ്ട. നാളെ ഒരുപാട് കാര്യങ്ങളുള്ളതല്ലേ. പോയി കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ലേ. വാ.